ചേട്ടന്റെ കത്ത്. പരായിലെ തണ്ണിമത്തന് പാരയായത് ആര്? സ്നേഹമുള്ള DCL കൂട്ടുകാരെ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത്. പരാ ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത്. മനോഹറിന്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നതും അങ്ങനെയാണ്. പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ്. പരായിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവമാണ്. മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്ത ഉത്സവ മധുരലഹരിയിൽ മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ്. തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചുകൂട്ടിയാണ് തണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത്. പങ്കെടുക്കുന്ന എല്ലാവർക്കും മതി വരുവോളം തണ്ണിമത്തൻ കഴിക്കാം. അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കർ മുംബൈ IITയിൽ പഠിച്ച് എഞ്ചിനീയർ ആയതിനു ശേഷം 6 വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരായിലെത്തി. അവിടുത്തെ കാഴ്ച കണ്ട് അദ്ദേഹം സ്തബ്ധനായി. പ്രശസ്തമായ പരായിലെ തണ്ണിമത്തൻ ചന്തയിൽ തണ്ണിമത്തനില്ല. ഉള്ളത് വളരെ ചെറിയത്, അതിന് മധുരവുമില്ല. കാരണമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞു, 5 വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത്. പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതായതിൻ്റെ കഥ പരീക്കർ പറയുന്നത്. മുൻപ് തീറ്റ മത്സരം നടത്തിയിരുന്ന നല്ല കർഷകർ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിരുന്നത് ഏറ്റവും വലിയ, ഏറ്റവും മധുരമുള്ള, മികച്ച ഗുണനിലവാരമുള്ള തണ്ണിമത്തനായിരുന്നു. കൂടാതെ മത്സരിക്കുന്നവർക്കെല്ലാം ഒരു ചെറിയ പാത്രവും കൊടുക്കുന്നു. മത്സരിക്കുന്നതിന് ഒരു വ്യവസ്ഥ മാത്രം: തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം. ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. കർഷക പ്രമാണിയുടെ മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലുതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു. മത്സരത്തിന് തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു. തണ്ണിമത്തൻ്റെ ഒരു തലമുറ 1 വർഷം മാത്രമാണ്. പിറ്റേ വർഷം പാടങ്ങളിൽ വിളഞ്ഞത് ചെറിയ തണ്ണിമത്തനാണ്. അതിനടുത്ത വർഷം അതിനേക്കാൾ ചെറുത്. 5 വർഷം കൊണ്ട് പരായിലെ തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി. പ്രിയ കൂട്ടുകാരെ, പരായിലെ തണ്ണിമത്തൻ പാരയായ താരമാണ്. ഏറ്റവും മികച്ചത് ബാലതലമുറയ്ക്ക് കൊടുക്കാത്തവർ തന്നെ. 'വിത്ത് ഗുണം 10 ഗുണം' എന്ന പഴഞ്ചൊല്ല് എത്ര സത്യമാണ്. മുൾച്ചെടിയിൽ നിന്നും മുന്തിരിപ്പഴം കിട്ടില്ല എന്ന യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും സ്മരണീയമാണ്. പരായിലെ കുഞ്ഞൻ തണ്ണിമത്തൻ്റെ കണ്ണീരിന് കാരണം ചെറിയ തണ്ണിമത്തൻ്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ്. 20-30 വർഷങ്ങൾക്കു ശേഷമുള്ള ഇന്ത്യയുടെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ. ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും ജീവിത മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിൻ്റെ ഭൗതിക അവകാശത്തിൻ്റെ വിസ്തൃതി ചമയ്ക്കാനുള്ളത്. മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധമുണ്ടാകൂ. ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മാനവിക മൂല്യങ്ങളുടെ ആവശ്യമുണ്ടാകൂ. തെളിഞ്ഞ രാഷ്ട്രസ്നേഹവും പൗരബോധവും ഭരണഘടനയോടുള്ള ആദരവും നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതത്തെ പണിതുയർത്തും. ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതിമത രാഷ്ട്രീയ ഭാഷ ദേശ വിഭിന്നതയുടെ പ്രചണ്ഡ പേമാരിയിൽ ഛിന്ന ഭിന്നമായി തീരും. നമുക്ക് മഹാത്മാജിയെപ്പോലെ ചാച്ചാജിയെപ്പോലെ രാഷ്ട്ര നിർമ്മിതിയിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം. വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിഭവശേഷികളുടെ ഉടമസ്ഥരാകാം. എല്ലാവർക്കും അർത്ഥപൂർവമായ ശിശുദിനാശംസകൾ. സസ്നേഹം, സ്വന്തം കൊച്ചേട്ടൻ.